ആരോരുമില്ലാതെ വർഷങ്ങളായി തെരുവിൽ കഴിഞ്ഞ രാജേന്ദ്രനെ രക്ഷപ്പെടുത്തി ജീവകാരുണ്യ പ്രവർത്തകർ. വർഷങ്ങളായി മാടൻനടയിൽ കടത്തിണ്ണയിൽ ജീവിതം തള്ളി നീക്കിയ ഈ മനുഷ്യൻ വാർദ്ധക്യം എത്തിയതോടുകൂടി അവശതയിൽ ബുദ്ധിമുട്ടുകയായി. കൊല്ലം തിരുവനന്തപുരം ദേശീയപാതയിൽ മാടൻനടയ്ക്ക് സമീപം കടത്തിണ്ണകളിൽ കിടന്നുറങ്ങി ജീവിതം തള്ളി നീക്കിയ രാജേന്ദ്രൻ എന്ന വയോധികൻ തെരുവിൽ ഉറങ്ങാൻ കിടന്നിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 20ാമത്തെ വയസ്സിൽ ശ്രീലങ്കയിൽ നിന്ന് കപ്പൽ മാർഗം തമിഴ്നാട്ടിലെത്തി. പിന്നീട് കേരളത്തിലും പലവിധ ജോലികൾ ചെയ്തു വന്നു. വർഷങ്ങളായി മാടൻനടയിൽ കടത്തിണ്ണകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഇയാൾ. വാർദ്ധക്യം എത്തിയതോടുകൂടി ശാരീരിക അവശതകളും കൂടി വന്നു. ഇടയ്ക്ക് അസുഖം കൂടി ജില്ലാ ആശുപത്രിയിൽ ആരൊക്കെയോ ചേർന്ന് എത്തിച്ചു. അസുഖം ഭേദമായി വീണ്ടും തെരുവിലേക്ക്. തുടർന്നാണ് കൊല്ലത്തെ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശ്, ബാബു, ശ്യാം ഷാജി, പത്തനംതിട്ട ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ മനോജ് എന്നിവർ ഇദ്ദേഹത്തെ കാണുകയും രക്ഷപ്പെടുത്തട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തത്. അങ്ങനെ രാജേന്ദ്രന്റെ അനുവാദത്തോടുകൂടി പള്ളിമുക്കിലെ തണൽക്കൂട്ടം പ്രവർത്തകരും ചേർന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ എത്തിച്ചു. പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകൻ ഗണേശും ബാബുവും ശ്യാമും ഇസ്മയിൽ പള്ളിമുക്കും ചേർന്ന് വൃത്തിയാക്കി പോലീസിന്റെ അനുമതി വാങ്ങി മൈനാഗപ്പള്ളിയിൽ ഫാദർ മനോജ് കോശിയ വൈദ്യൻ നടത്തുന്ന വയോജന കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. ഏകദേശം ഒരു 10-15 വർഷത്തിന് മുമ്പ് ശ്രീലങ്കയിൽ നിന്നും ആയിരിക്കണം നമ്മുടെ നാട്ടിൽ വന്ന് പെട്ട് കൊല്ലം പള്ളിമുക്കിൽ സ്വന്തം ആരോഗ്യത്തോടെ ജീവിച്ച ഒരു മനുഷ്യൻ ഇന്ന് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് നിസ്സഹായാവസ്ഥയിലായപ്പോൾ തണൽക്കൂട്ടം ഇസ്മായിൽ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തകരുടെ കാരുണ്യം കൊണ്ട് അദ്ദേഹം സ്നേഹനിലയത്തിന്റെ ഒരു അംഗമായി ഇന്ന് മാറുകയാണ്. അവരുമായി പ്രിയപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേശേട്ടനും അതുപോലെ ബാബുച്ചേട്ടനും ശ്യാമും അവരുടെ ആ സംഘം കൂട്ടായിട്ട് വീണ്ടും സ്നേഹനിലയത്തിലേക്ക് ഒരു അതിഥിയെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. ഭക്ഷണവും മരുന്നും വസ്ത്രവും കിടപ്പാടവും നൽകി ഇയാളെ ഇവിടെ പുനരധിവസിപ്പിക്കുമെന്ന് ഫാദർ മനോജ് കോശി വൈദ്യൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.